WPC കിച്ചൺ അല്ലെങ്കിൽ WPC ഇന്റീരിയറിന്റെ പ്രത്യേകത എന്താണ്? അതായത് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെറ്റീരിയൽ എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. അതായത് നമ്മളിപ്പോ സാധാരണ നമുക്കിപ്പോൾ ഒരു പ്ലൈവുഡോ അതല്ലെങ്കിൽ വേറെ ഒരു സ്റ്റീലിന്റെയോ വല്ല പ്രൊഡക്റ്റിന് അതിൻ്റെതായ പോരായ്മകളുണ്ട്. പോരായ്മ എന്ന് പറയുന്നത് സ്റ്റീലാകുമ്പോൾ റെസ്റ്റ് വരും. മറ്റേ നമുക്ക് പ്ലൈവുഡിലേക്ക് വരുന്ന സമയത്തേക്ക് ബോർഡർ ആണ്. പിന്നെ HDM HMR, പിന്നെ അതുപോലെ തന്നെ നമുക്ക് MDF HDF പോലുള്ള മറ്റുള്ള ബോർഡുകളൊക്കെ ഈർപ്പം എടുത്തു കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ആവുകയും അതിന് ഒരുപാട് പ്രോബ്ലംസ് വരികയും ചെയ്യും. ഇതിനെ സംബന്ധിച്ചിടത്തോളം 100% നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത്, വാറണ്ടി അല്ല കേട്ടോ, ഗ്യാരണ്ടി കൊടുക്കുന്നത് ലൈഫ് ലോങ് ഗ്യാരണ്ടി. കാരണം ഇത് PVC ആണ് കണ്ടന്റ് വരുന്നത്. നമ്മളിപ്പോൾ ഏകദേശം 2007 മുതൽ തന്നെ മൾട്ടിവുഡ് എന്ന് പറയുന്നത് നമ്മൾ കിട്ടുന്ന ആ ഒരു ഫോം ബോർഡ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മൾട്ടിവുഡ് എന്ന് പറയുന്നത് തോംസന്റെ കമ്പനിയല്ല നമ്മൾ അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പല ഡെൻസിറ്റി കുറഞ്ഞ കമ്പനികളാണ്. തോംസൺ പിന്നീട് ആ മൾട്ടിവുഡ് എന്ന് പറയുന്ന ആ ഒരു പേരിലേക്ക് കുറച്ചുകൂടി നല്ല ഡെൻസിറ്റി ഒക്കെ കൊണ്ടുവന്നെങ്കിലും നമ്മൾ അന്ന് ഉപയോഗിച്ചിരുന്നത് അതായിരുന്നു. അപ്പോൾ ആ ബോർഡിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ഒക്കെ കുറവാണ്. ഇന്ന് താരതമ്യേന സ്ക്രൂ ഹോൾഡിംഗ് ഒക്കെ കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് WPC വെച്ചാലുള്ള ഗുണങ്ങളും എങ്ങനെയൊക്കെ ചെയ്യുക, ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് അതൊക്കെ കാണാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ പോലെ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. ഇത് കംപ്ലീറ്റ് നമ്മുടെ കൺസൾട്ടൻസിയിൽ ചെയ്ത് വീടാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് WPC. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഫ്രെയിമുകൾ വരുന്നത് മാത്രം അലൂമിനിയത്തിൽ റൂട്ടഡ് ഗ്ലാസ് വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റാക്കിയുള്ളത്. ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണ്, ഇങ്ങനെയാണ് ഇതിന്റെ ഇത് പോകുന്നത്. നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലെങ്ത് വരുന്നതുകൊണ്ട് നമുക്കിപ്പം അത് അടക്കാൻ പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇത് നേരെ തിരിച്ച് ഇപ്പുറത്തെ സൈഡിലാക്കുന്നതാണെങ്കിൽ ഗ്ലാസ് ഡോർ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പ്ലേറ്റ് എടുക്കാനോ വെക്കാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു രൂപത്തിൽ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഡിസ്ട്രാക്കിന്റെ സെറ്റപ്പ് മാത്രമുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ടേക്ക് നമ്മൾ നീട്ടാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു സ്പേസ് ഇതാണ് സിങ്കിന്റെ പോർഷൻ. ഇപ്പൊ സിങ്കിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് കാര്യങ്ങളൊക്കെ എടുക്കണം. ഇപ്പൊ ഇന്നലെയാണ് ഗ്രാനൈറ്റ് ഒക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഇനിയിപ്പോ ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ താഴെയായിട്ട് ഇതിന്റെ ഡസ്റ്റ് ബിന്ന് വെക്കാണ്ട് അതിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അടിയിൽ വാട്ടർ പ്യൂരിഫയർ സെറ്റ് ചെയ്യാണ്ട്, പിന്നെ ഇവിടെയൊക്കെ റാൻഡം ബോക്സ് ഒക്കെ പ്ലേറ്റ് ട്രേ ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ PVC കട്ട്ലറിയാണ് വരുന്നത്. അതൊക്കെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് ഒരു പ്ലേറ്റ് ട്രേ അല്ലെങ്കിൽ ട്രാലി ബോക്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓയിൽ പുള്ളോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഗ്യാസ് നെറ്റ് കൊടുക്കുന്ന രീതി ചെയ്തു. കാരണം ഇതിന്റെ ഗ്യാസിന്റെ പൈപ്പുകളൊക്കെ രണ്ട് സ്ഥലത്തായിട്ടുള്ള ഇവിടെ ഒരു ഹോബ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിലും ഒരു ഹോബ് വരുന്നുണ്ട്. അപ്പോൾ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു കോർണറിലായിട്ട് ഒരു കേജ് വെച്ചിട്ട് അതിന്റെ അകത്താണ് വെക്കുക. അപ്പോൾ അതിന്റെ പൈപ്പ് വന്നു കഴിഞ്ഞാൽ ഗ്യാസിന്റെ വാൾവ് ഇതിന്റെ അകത്തുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എങ്ങാനും ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഔട്ടായി പോകാൻ വേണ്ടിയിട്ട്, ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടും ആ സ്മെല്ല് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ഗ്യാസ് നെറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്തേക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ളത്. പിന്നെ ടോപ്പിൽ ഗ്രാനൈറ്റ് വരുന്ന രീതിയിലും ഇവിടെ വോൺ ഡ്രസ്സ് യൂണിറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിലും ഗ്യാസ് നെറ്റ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സ് ഇതിലേക്കൂടി ഇടാനും ഇതിലേക്കൂടി എടുക്കാനുള്ള സംവിധാനം വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ലോഡ് ചെയ്യുന്ന ടോപ്പ് വരെ ലോഡ് ചെയ്യാൻ കഴിയില്ല. ഇതാകുമ്പോൾ നമുക്ക് അഴിച്ച് ഇതിലേക്ക് ഇഷ്ടംപോലെ ലോഡ് ചെയ്യാനും അത്യാവശ്യം പെട്ടെന്ന് എടുക്കാൻ വേണ്ടി നമുക്ക് ഈ ഡോർ ഉറച്ചിട്ട് എടുക്കാനും പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് മുകളിൽ നമ്മൾ അത്യാവശ്യം ലിക്വിഡ് കാര്യങ്ങൾ ഇവിടെ സ്റ്റോർ റൂമായിട്ടൊന്നുമില്ല. അപ്പോൾ അതിനെ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ജസ്റ്റ് ഇതിൽ നമ്മൾ മെഷർമെന്റ് എടുക്കാൻ വന്ന സമയത്തുള്ള ഒരു ഫോട്ടോ ഉൾപ്പെടുത്താം. ഇവിടുന്ന് ആദ്യം ഒരു ബാത്റൂം ഇതിന്ന് ജസ്റ്റ് ഒരു ടോയ്ലറ്റ് പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നേരെ ഔട്ട് സൈഡിലേക്ക് ഡോർ വരുന്ന രീതി സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്പേസ് കണ്ടെത്തിയത്. കാരണം ഇവിടെ വർക്ക് ഏരിയ അല്ലെങ്കിൽ ഭയങ്കര കൺജഷൻ ആയി പോകും. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് എക്സിറ്റ് ആവുന്ന രീതിയിലാണ് ഡോർ ഉണ്ടായിരുന്നത്. അത് നമ്മളൊന്ന് മാറ്റി കൊടുത്തു. കാരണം ഇത് ഒരുമിച്ചാവുന്നേരം നല്ലത് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടാകുമ്പോൾ ഇതിപ്പോൾ രണ്ട് സ്പേസിൽ കിട്ടും. ഇവിടെ സിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഹോബ് വെക്കുന്ന രീതിയിൽ കിട്ടും. ചിമ്മിനൊക്കെ ഓൾറെഡി ഉള്ളതാണ്. ഇത് നമ്മൾ ചെയ്ത് തന്നെ കേട്ടോ. ഇതൊരു സ്ലൈഡിങ് ഡോർ കൊടുക്കുന്ന രീതിയിൽ, നോർമൽ റെൻഡർ കൊടുക്കുന്ന രീതിയിൽ ചെയ്തില്ല. കാരണം ഇവിടെ ഡോറാക്കി കഴിഞ്ഞാൽ ആ ബാത്റൂമിലേക്കുള്ള പാസേജ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് 3 തട്ട് ഗ്ലാസിന്റെ തട്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ കിച്ചണിലാണല്ലോ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ കിച്ചണിൽ എന്തുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ WPC സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ WPC തന്നെ വെക്കാൻ വേണ്ടി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ. വെള്ളത്തിൽ എന്തായാലും നമ്മളെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, പല മിനറൽസ് ഉണ്ടാവും. അതെല്ലാം തന്നെ നമ്മളെ ഈ പ്ലൈവുഡിന്, ഇരുമ്പിന് പലതരത്തിലുള്ള എന്താ പറയുക റിയാക്ഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ PVC ആണ്. അത് PVC എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ക്യാരി ചെയ്യുന്ന പൈപ്പില്ലേ, അതേ PVC തന്നെ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ WPC എന്ന് പറയുന്ന വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു
13% മാത്രം വുഡ് മാത്രമുള്ളത് നമ്മൾ ഇതിൽ ഉപയോഗിച്ചുള്ളൂ. വുഡിന്റെ ഗ്രെയിൻസ് അത് സ്ക്രൂ ഹോൾഡിങ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലതിലൊക്കെ കാൽസ്യവും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ആഷൊക്കെ ചേർക്കുന്നതുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വാങ്ങുമോ. നമ്മൾ ഇതിന്റെ മുകളിൽ കണ്ടന്റുകളെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ ലൈഫ് ലോങ് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ലൈഫ് ലോങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആണ്. നമ്മൾ ചെയ്ത വെള്ളത്തിലിട്ട് വെച്ച സ്ഥലത്തിലായാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് ഫ്ലോർ വരെ ഇങ്ങനെ ഇറക്കിയിട്ട് ചെയ്യാം. ഇവിടെ വെള്ളം തട്ടിന്ന് വെച്ചാൽ ഒന്നും ആവാനില്ല. ഇപ്പം ഉപ്പിലിട്ട സാധനങ്ങൾ, അച്ചാറ്, പിന്നെ വിനാഗിരി, അതൊക്കെ നമ്മൾ കിച്ചണിൽ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങളിലായിരിക്കും. അപ്പൊ അതൊന്നും തട്ടിക്കഴിഞ്ഞാൽ ഒരു മാറ്റം ഇതിന് വരില്ല. പിന്നെ ഈ ഒരു ലുക്ക് കണ്ടിട്ട് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇതിനൊക്കെ ഇതിന്റെ മുകളിൽ പി യു പെയിന്റിങ് വരാണ്ട് ഫുൾ നമ്മൾ പി യു പെയിന്റ് ചെയ്യുമോ. ഇത് ഓൾറെഡി ഇപ്പൊ 3 ലെയർ ആണ്. 3 ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ അകത്ത് നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് 3 ലെയർ ഉപയോഗിച്ചിട്ട് ഇതിന്റെ നോർമലും വരുന്നുണ്ട്. നോർമൽ ബോർഡ് ആകുമ്പോൾ നമുക്ക് ഇതിന്റെ എന്താ പറയുക ഈ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. 3 ലെയർ ആകുമ്പോൾ നമുക്ക് അൾട്രാ ഗ്ലോസി ആയിരിക്കും. ടൈലിനെക്കാട്ടിയും ഗ്ലോസി ആണ്. നമുക്ക് തുടച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ റിഫ്ലക്ഷൻ ഇവിടെ കാണാണ്ട, കൈന്റെ റിഫ്ലക്ഷൻ ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് ക്ലീനിങ് അകത്തൊക്കെ ക്ലീൻ ആക്കാനും പറ്റും. പുറമെ നമുക്ക് ഇഷ്ടമുള്ള കളർ പിയൂല് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഫുള്ള് 2000 എന്ന് പറയുന്ന നമ്മളെ ഇതിൽ വരുന്ന അത്രയും ചെറിയ ഗ്രിറ്റുള്ള പേപ്പറല്ലേ, സാൻഡ് പേപ്പർ എന്ന് പറയുക, അല്ലെങ്കിൽ എമറി പേപ്പർ ഉപയോഗിച്ചിട്ട് ഫുള്ള് വാഷ് ചെയ്യും. ഫ്രണ്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതിലൊക്കെ ഈ ഹോളുകളൊക്കെ നമ്മൾ ഇവിടെയൊക്കെ ചിലപ്പോൾ പോറുകളുണ്ട്, ഈ സ്ക്രൂ അടിച്ച ഹോളുകൾ, ഇതൊക്കെ പ്യൂ പുട്ടി അല്ലെങ്കിൽ ബോഡി ഫില്ലർ ഇട്ട് നിറക്കും. അത് കഴിഞ്ഞിട്ട് ഫുൾ ഒന്നുകൂടി വാഷ് ചെയ്യും. ആ വാഷ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും NC പുട്ടി, അതിന്റെ സ്ക്രാച്ച് പോകാൻ വേണ്ടി NC പുട്ടി ഒരു ചെറിയ ലെയർ അത് മാത്രം ഇട്ടിട്ട് വലിച്ചെടുക്കും. അതിൽ ഉരക്കാനൊന്നും പിന്നെ ഉണ്ടാവില്ല. വളരെ നൈസായിട്ട് ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ എഡ്ജുകളും അതേപോലെ തന്നെ ചെയ്യുന്നത്. എഡ്ജ് ബാൻഡ് ഒട്ടിക്കില്ല. എഡ്ജ് ബാൻഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇളകി വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മൈക്ക സംഭവങ്ങളൊന്നും നമ്മൾ ഇതിന്റെ മുകളിൽ ഉപയോഗിക്കില്ല. ചില ആൾക്കാർ ഈ 3 ലെയർ വാങ്ങിക്കഴിഞ്ഞ് ഇതേപോലെ വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ വരുന്ന സ്ഥലത്ത് നമ്മൾ ഈ സ്ക്രൂ ഇല്ലാത്ത രീതിയിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു പിയുവിന്റെ കോസ്റ്റ് കട്ടാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഇപ്പം അധികം ആൾക്കാർ ചോദിക്കും, ഇപ്പം പെയിന്റ് അല്ലേ, പെയിന്റ് ആകുമ്പോൾ എന്തായാലും സ്ക്രാച്ച് വരില്ലേ എന്നുള്ളത്. നോർമൽ ലെവലിൽ നമ്മളിപ്പോൾ ഇത്രയും ടോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വരുന്ന ലെവലിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ വേറെ ഒന്നും സ്ക്രാച്ച് ആവാനായിട്ട് നോർമൽ ലെവലല്ലേ. ഇനിയിപ്പം ഫിസിക്കലി നമ്മളത് ഉണ്ടാക്കണം, സ്ക്രാച്ച് ഉണ്ടാക്കണം. ഇപ്പൊ അബദ്ധവശാൽ എന്തെങ്കിലും വലിയ സാധനമൊക്കെ കൊണ്ടുപോകുമ്പോൾ ട്രോളി പോലെ എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ എറിഞ്ഞു വിട്ട് ആവണം. അപ്പൊ അങ്ങനെ ആയാൽ തന്നെ ഇത് ചെറിയ സ്ക്രാച്ച് ഒക്കെ സെൽഫ് ഹീലിംഗ് ആയിട്ടുള്ള പെയിന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പെയിന്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സെൽഫ് ഹീൽ ആയിക്കോളും. ഇനി അഥവാ സെൽഫ് ഹീൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബഫിങ് ഉപയോഗിക്കുന്ന, കാർക്ക് ബഫ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോളിഷ് ഇല്ലേ, അതിന്റെ ലിക്വിഡ് ഇട്ടിട്ട് ഒന്ന് ഫുള്ളായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലൊന്ന് വൈപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല തിളക്കം കിട്ടും. ആ സ്ക്രാച്ച് ഒക്കെ കംപ്ലീറ്റ് പോവുകയും ചെയ്യും. ഇനി അതല്ല കൂടുതൽ സ്ക്രാച്ച് ആയി, ഒന്നാമത്തെ പ്രാവശ്യം മാത്രമേ നമ്മൾ ഫുള്ളി വാഷ് ചെയ്യലും പുട്ടിയലും വേണ്ടു. രണ്ടാമത്തെ പ്രാവശ്യം ഇതിലൊരു ക്ലിക്ക് ലോക്ക് എന്താ ഒക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള 304 ഇഞ്ചസ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് ഈ ഒരു ക്ലിക്ക് ലോക്ക്, ഈ ഒരു ലോക്ക് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഡോറിങ് കിട്ടും. ഇത് ഒരു പെയിന്റ് ബൂത്തിൽ കൊണ്ടുപോയി പെയിന്റ് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപെയിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഈ കളർ പോരാ, നമുക്കൊന്ന് മാറ്റി കളയണം തോന്നിക്കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. അതിന് സ്ക്രാച്ച് വന്നിട്ടാണെങ്കിൽ അങ്ങനെയും മാറ്റാൻ വേണ്ടി പറ്റും. നമുക്ക് പുട്ടി വർക്കോ കാര്യങ്ങളോ വരാത്തതുകൊണ്ട് അന്ന് അത്ര കോസ്റ്റും വരില്ല. അപ്പൊ ഇനി ഇതിപ്പം തിരിച്ച് കണക്ട് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തിരിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മളിപ്പോ പെയിന്റ് അടിച്ച് റീപെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വെക്കുക, പ്രസ് ചെയ്യുക, അതിലേക്ക് ലോക്കായി. പിന്നെ ഇതില് ചില ആൾക്കാരെങ്കിലും WPC ചെയ്തിട്ട് ബെൻഡ് ഉണ്ട് എന്ന് മറ്റും പറഞ്ഞിട്ടുണ്ട്. WPC ഒരുപാട് നമുക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള അവരെ തന്നെ ആയിരിക്കണം. ചെയ്യാൻ അറിയാത്ത ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ബെൻഡ് വരും. പിന്നെ ബോർഡ് നമ്മൾ ഇറക്കി വെക്കുന്ന സമയത്തേക്കും ഒരുപാട് ശ്രദ്ധിക്കാണ്ട്, നില ലെവലുള്ള സ്ഥലത്ത് ഫ്ലോറിൽ ഇങ്ങനെ അട്ടി വെക്കുവാനേ പറ്റൂ. വെർട്ടിക്കലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പിലേക്ക് ഇത് ബെൻഡാവും. ആ ബെൻഡായ ബോർഡ് വെച്ചിട്ട് പിന്നെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. ഏതായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൽ തന്നെ ഈ വീട്ടിലുണ്ട് ബെഡ്റൂമിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിഫ്നറൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്തിൽ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ബെൻഡ് വരാത്ത രീതിയിൽ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഡോറിന് കട്ടിങ്ങിൽ ഒരുപാട് വേസ്റ്റേജ് ഒഴിവാക്കുന്ന രീതിയിൽ നമ്മൾ 4 അടി വരാത്ത രീതിയിൽ, അതായത് 4 അടിയിൽ ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് 8 ഫീറ്റിൽ കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ടൊക്കെ വേണം ഡോറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരുപാട് ട്രിക്ക് ഉണ്ട്. വേറെ ഇപ്പോൾ ഇതിന്റെ നമ്മുടേതായ ഒരു മെത്തേഡുകളൊക്കെ ഉണ്ട്. അത് പിന്നെ എല്ലാം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമ്മുടേതായ കുറച്ച് ഐഡന്റിറ്റികളുണ്ട്. നമ്മൾ ഈ ചെയ്ത് വന്ന എക്സ്പീരിയൻസ് ആയിട്ട് കുറെ ഫെയിലായിട്ടൊക്കെ പഠിച്ചു വന്നതാണ്. അപ്പോൾ ആ WPCയിലേക്ക് വരുന്ന സമയത്തേക്ക് വർക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ബെൻഡാവുന്ന, കാരണം ഇത് PVC ആണ് മെറ്റീരിയൽ. ചൂടായി കഴിഞ്ഞാൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ആ ഒരു ഷേപ്പിലേക്ക് ബെൻഡായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ കോർണറിലായിട്ട് ഒരു ഗ്ലാസ് ഡോറ് വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്, അലൂമിനിയം ഫ്രെയിം വരുന്ന രീതിയിൽ. ഇത് വർക്ക് കഴിയാത്തതുകൊണ്ട് തന്നെ ഇവിടെ വയറിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. നമ്മളിപ്പോൾ ലൈറ്റ് നമ്മൾ തന്നെ ഇട്ട് കൊടുക്കുകയായിരുന്നു. കാരണം
ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടേക്ക് ഗ്രൂവെല്ലാം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പ്രൊഫൈൽ ലൈറ്റ് അവരെന്ത് ചെയ്യില്ല, ഇലക്ട്രീഷ്യന്മാർ പലപ്പോഴും സെറ്റ് ചെയ്യുന്ന സമയത്തേക്ക് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാണ്ട് ചില സ്ഥലങ്ങളിൽ ഫുൾ സെറ്റ് ചെയ്യാണ്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അഡാപ്റ്ററൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കില്ല. ഇപ്പോൾ ടെമ്പററി ആയിട്ട് നമ്മുടെ എക്സ്റ്റൻഷനിൽ ടെമ്പററി ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ കേട്ടോ, അതായത് ഈ വയറൊക്കെ ഇങ്ങനെ കാണുന്നത്. ഇതൊക്കെ ഇനി പെയിന്റിംഗ് ഒക്കെ വന്നതിന് ശേഷം ഒരു വീഡിയോ ഞാൻ ചെയ്യാം. പിന്നെ ഇവിടെയൊക്കെ തേക്ക് കളറിൽ വരാണ്ട് ഇതിൽ വരുന്ന സമയത്തേക്ക് നമ്മൾ ഫുൾ ബാക്കിൽ GI വെച്ചിട്ട് ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. നല്ല സ്ട്രോങ്ങിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ ഒരു പാനലിങ് പോലെ ഇങ്ങനെ ചുറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലൈറ്റിന് വേണ്ടിയിട്ടുള്ള വയറിങ് ഉൾപ്പെടെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ ലൂവർ വരാണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ 45 അടിക്കുന്ന രീതിയിൽ ടൈലും കൂടി വരാണ്ട്. അർജന്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിഷുവിൻ്റെ സമയത്തേക്ക് തീർന്നു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പല പല വർക്കുകളും പെൻഡിങ് ഉണ്ട്. പുട്ടികളിലും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഇപ്പോൾ ഇവിടെ പെയിന്റിംഗ് ഒക്കെ ഒന്ന് ഹോൾഡ് ആക്കിയിട്ടില്ല. കാരണം പുട്ടി വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെയിന്റ് അടിക്കാൻ പറ്റൂ. പ്യൂ പെയിന്റ് ആയതുകൊണ്ട് നമ്മൾ പെയിന്റ് അടിച്ചുകൊണ്ടേ ഇരിക്കെ വേറൊരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു ഡസ്റ്റ് വന്നു വീണ് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ കല്ലിട്ട് കഴിഞ്ഞാൽ കണ്ടല്ലോ ഒരു റൗണ്ട് വരുന്ന ഒരു ചുഴി പോലെ, അതുപോലെ തന്നെ ഒരു ഡോട്ട് വന്നു കഴിഞ്ഞാൽ വരും. പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കൽ ബുദ്ധിമുട്ടാണ്. പെയിന്റിങ്ങിന്റെ സമയത്തേക്ക് നമുക്ക് മെയിൻ പെയിന്റ് അടിക്കും, പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ പെയിന്റ് അടിക്കുന്ന സമയത്തേക്ക് എന്തായാലും ഒരു 5-6 ദിവസം വേറെ ഒരു പണിക്കാരും ഇല്ലാണ്ട് പൊടി വാറാത്ത രീതിയിൽ കിട്ടണം. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ പെയിന്റിങ്ങിന്റെ അവിടെ നമ്മളിപ്പോൾ ഹോൾഡാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ടോക്കിക്കൊക്കെ നമുക്ക് അയച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഇത് ക്ലിപ്പിൽ ലോക്കാവുന്ന രീതിയിലുള്ള അത് അഴിച്ചെടുത്തിട്ട് അതിന്റെ അടിഭാഗം ക്ലീൻ ആക്കാൻ വേണ്ടി പറ്റും. ഇതിനകത്തേക്ക് പാമ്പ് കയറും എരി കയറാന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഒന്നും കയറില്ല. അടിഭാഗത്തൊരു റബ്ബർ വാഷർ ഉൾപ്പെടെ ഉള്ളതാണ്. അപ്പോൾ അവിടെ ഇതായിക്കും, ലോക്കായി നിൽക്കും. വെള്ളം വരെ അകത്തേക്ക് പോകില്ല. ചെറിയൊരു റബ്ബർ ബീഡിങ് പോലെ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ കിച്ചണിന്റെ കാര്യം എന്തുകൊണ്ട് WPC ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഏകദേശം പറഞ്ഞു വിചാരിക്കുന്നു. പിന്നെ പ്രൈസിങ് എന്ന് പറയുന്നത് ബ്രാൻഡ് അനുസരിച്ചിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ 3 ലെയർ ഒരു മീഡിയം റേഞ്ചിലുള്ള ബ്രാൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് തന്നെ നമുക്ക് ഹൈ പ്രൈസിലേക്കുള്ളത് പോവാം. ഇപ്പോൾ തോംസൺ 816 സ്കൈൽവുഡ് പോലെയെല്ലാം പോകുന്നതാണെങ്കിൽ നമുക്ക് വരുന്ന പ്രൈസിനെക്കാട്ടി ഒരു 500 രൂപയോളം നമുക്കിതിന് സ്ക്വയർ ഫീറ്റിന് കുറഞ്ഞ് കിട്ടും. 2300 മുതലാണ് നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന് വരും. ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെയിന്റ് അടിക്കുന്ന ഏരിയകളെ അളവെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 1.25 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഈ ഒരു ഏരിയ. ഇത് വരും. ഇതിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു 4-2 ഒരു 8 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. ഈ ഒരു കിച്ചണ് വരുമ്പോൾ ഏകദേശം ഒരു 150 സ്ക്വയർ ഫീറ്റ് ടോട്ടൽ വാളും എല്ലാം ഉൾപ്പെടെ ഉണ്ടാവും. അപ്പോൾ ഈ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ പ്രൈസ് ആട്ടോ. ഈ 2026 നമ്മൾ സ്റ്റോക്കുള്ള ബോർഡ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നോമ്പിന് 1 മാസം ലീവ് ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഉള്ള പ്രൈസ് ബോർഡ് നമ്മുടെ അടുത്ത് ഉള്ളത് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ പ്രൈസിങ് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. എന്തായാലും വിളിച്ച് ചോദിക്കുക. നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ച് ചോദിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യും കേട്ടോ. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പ് ചെയ്യും. ഓക്കെ, പ്രൈസ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം അങ്ങനെയാണ് നമ്മളെ പ്രൈസിങ് വരുന്നത്. ഇതിൻ്റെ അതിൽ PU പെയിന്റ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ലൂവർ വർക്കുകൾ ഇൻക്ലൂഡഡ് ആണ്. ടൈലോ കാര്യങ്ങളോ ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. എല്ലാ വർക്കും ഇൻക്ലൂഡാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഹുഡിന്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും ഹുഡ് ആദ്യമേ സെറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ക്ലയന്റിനോട് പറയല്. കാരണം നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് കറക്റ്റ് നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പം ശരിക്കും മുകളിലോടെ ടൈല് വെച്ചിട്ടുണ്ടെങ്കിലും ക്ലയന്റ് നമുക്ക് ഇവിടെ ഈ ഒരു ഹൈറ്റിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പൈപ്പിംഗ് കറക്റ്റ് അതിന്റെ അകത്തോട്ട് പോവുമായിരുന്നു. ഏകദേശം ലിൻഡലിന്റെ ആ ഒരു ലെവലിൽ തന്നെയുള്ളൂ. പക്ഷെ അവിടെ കട്ട് ചെയ്തപ്പോൾ ലിൻഡൽ സൺഷെയ്ഡ് തമ്മിൽ ഇത്ര ഒരു ഗ്യാപ്പേ ഉള്ളൂ. അവിടെ പൈപ്പ് പോകാനുള്ള ഗ്യാപ്പ് ഇല്ല. അപ്പോൾ പിന്നെ ലിൻഡൽ കട്ട് ചെയ്യേണ്ട ഒഴിവാക്കേണ്ടത് വിചാരിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് അടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പോർഷൻ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കണ്ടോ, ഇതിപ്പം നമ്മൾ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ 2 സ്ക്രൂ ചെയ്യുന്ന രീതിയിലാണ് ഇത് ഫിറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അകത്ത് ഇങ്ങനെ ഈ ബോർഡിങ് എടുത്ത് മാറ്റാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പൊക്കിയിട്ട് ഇത് മാറ്റാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഉള്ളു കേട്ടോ. ഇത് ചില ആൾക്കാരൊക്കെ വിചാരിക്കും നിങ്ങൾ അടിച്ച് ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇപ്പം പെയിന്റ് അടിക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അല്ല, പെയിന്റ് അടിക്കാന്നുള്ള ഇത് മെയിൻ്റെനൻസ് ഒന്നും എന്താ ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. എൻ്റെ ഒരു പേടിയേ വരുന്നില്ല. നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടെ 2 സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ആ ബോർഡ് അങ്ങനെ അയച്ചിങ് എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മുകളിലുള്ളതും അങ്ങനെ തന്നെയാണ്. ആ സ്ക്രൂ അല്ല ഒരു ലോക്കിലുള്ളത്, അത് നമുക്ക് ഈസി ആയിട്ട് അയച്ച് മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ കൺസൾട്ടേഷനിൽ ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഇപ്പം ഈ ഒരു പോർഷനിൽ വലിയൊരു ഇവിടെ ലിൻഡൽ വരുന്ന രീതിയിൽ വലിയൊരു വിൻഡോന്റെ സ്പേസാണ് ഇവർ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളന്ന് വന്നപ്പോൾ തന്നെ ഇങ്ങനെ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മളതായ രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോർഷൻ ശരിക്കും ഇതുവരെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ പാസേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ കട്ട് ചെയ്തപ്പോൾ 64 മറ്റാണ് 2 കല്ലിന്റെ നീളമുള്ളത്. ഇവിടെ കണ്ണൂർ ജില്ലയിൽ. അപ്പോൾ
നമുക്ക് കല്ല് ആണല്ലോ വരും. അപ്പോൾ 64 ഉള്ളതുകൊണ്ട് ആ 64 തന്നെ അവർ വെച്ചിട്ട് പോയി അത് പണിക്കാർ. അപ്പോൾ അത് പ്ലാസ്റ്ററും കൂടി ചെയ്തു. പിന്നെ നമ്മളത് പൊളിക്കാൻ പറയുന്നത് താഴെ അവിടെ പിന്നീട് ഈ ജോയിന്റ് വെച്ച് കഴിഞ്ഞാൽ മാർബിളിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ ബോറാന്നുള്ളതാണ്. അപ്പൊ ഇനി ഇതിപ്പോ നമ്മൾ ഒന്നിക്ക് ബോർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ ടൈൽ വെച്ചിട്ടോ കവർ ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഓവണിന് വേണ്ടിയിട്ട് ഒരു സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. ഈ താഴെ വരുന്നത് ഓവനാണ്. അപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഗ്യാസ് നെറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ ചൂട് വായു പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ വിൻഡോ ഒക്കെ ആ ഒരു സമയത്ത് നമ്മൾ അതിന് കണക്കായിട്ട് സെറ്റ് ആക്കിയതാണ്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ളത് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് ഒന്ന് ക്രമീകരിക്കാനും പിന്നെ ക്വിക്കായിട്ട് എടുക്കേണ്ട സംഭവങ്ങൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുറെ നമുക്ക് ഒരു ടൈം ഇത് തുറന്ന് അകത്തുനിന്ന് എടുക്കുന്ന ഒരു ടൈം കൂടി സേവ് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇവിടെ വേണ്ട സോക്കറ്റുകൾ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെത് നമ്മൾ മാർക്ക് ചെയ്തത് പ്ലാനിൽ മാർക്ക് ചെയ്തതായതുകൊണ്ട് ഹൈറ്റ് നമ്മൾ ഇതായിട്ടില്ല, ഒരു 2D അല്ല അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഇത് പ്ലാനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ ഒരു ഡ്രോയിങ് വന്നപ്പോൾ. അപ്പോൾ ഈ ഒരു ഹൈറ്റ് ആയിരുന്നു നമ്മൾ ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻ അത് കമ്മ്യൂണിക്കേഷൻ എന്തോ എറർ കൊണ്ട് കുറച്ച് താഴെ ആയിപ്പോയി, കുഴപ്പമൊന്നുമില്ല. ഇത് പ്ലഗ് ഇവിടെയും സ്വിച്ച് പുറമേ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഇൻഡക്ഷൻ കുക്കർ വെക്കാനുള്ളൊരു സംവിധാനം അല്ലെങ്കിൽ മിക്സി വെക്കാനുള്ളൊരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ച് ബോർഡും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലും അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പുള്ളൗട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, കട്ട്ലറി PVC കട്ട്ലറി കൊടുത്തിട്ടുണ്ട്. ടാൻഡം ബോക്സിലാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് 2 ടാൻഡം ബോക്സ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഡോറ് അതിൽ ഗ്യാസ് നെറ്റ് കൊടുക്കാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്യാസിന്റെ പൈപ്പിന്റെ അകത്ത് നിന്ന് വാൾവ് ഇവിടെ വരുന്ന രീതിയിലുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ സെറ്റ് ആക്കിയുള്ളത്. പിന്നെ ഇപ്പം ഇത് പ്ലേറ്റ് ഇതിനിപ്പം ടൈലൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കൊരു വീഡിയോ കൂടി ചെയ്തു തരും. അപ്പോൾ നല്ല ക്ലയൻറ്റാണ്, നമുക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏപ്രിൽ 27. അപ്പോൾ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴേക്ക് എത്രയാവും അറിയില്ല, ഏകദേശം എന്തായാലും നമുക്ക് ഒരു മാസത്തിനുള്ളതായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് പുതിയതായിട്ട് കിച്ചൺ ചെയ്തതിന് ശേഷമുള്ളത് കാണാം. പിന്നെ പെയിന്റ് അടിക്കുന്ന കുറച്ച് ഭാഗം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കാതെ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. പുതിയ വിഷയം വേണ്ടി താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.